ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ 1000 നന്ദി യേശു രാജാവിന് അർപ്പിക്കുക. ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും അതൊരു വിടുതലുമാകുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ കേൾക്കുന്ന ദൈവിക ദൂതുകൾ ഓരോ ദിവസവും നിങ്ങളെ ശക്തീകരിക്കുകയും യേശുവിനോട് കൂടുതൽ നിങ്ങളെ അടുപ്പിക്കുകയും ചെയ്യുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധി സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രോമിസാണ്, വാഗ്ദത്തമാണ് ഈ വാക്യം. ഈ വാക്യം മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം നാം മിക്കവാറും സമയങ്ങളിൽ വായിക്കുകയും അതിൽ കൂടെ വിവിധ നിലയിലുള്ളതായ മെസ്സേജുകൾ നമ്മൾ കേൾക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിലൊക്കെ വ്യത്യസ്തമായ നിലയിൽ ഒരു പുതിയ ദൈവിക ദൂത് പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ശക്തമായി ഇടപെടുന്ന പകലാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വായിച്ച വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് ഞാൻ നിങ്ങൾക്ക് തരും. അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കത് കിട്ടും എന്നാണ്. കിട്ടിയേക്കും എന്നല്ല, തന്നേക്കും എന്നല്ല, പ്രാർത്ഥിച്ചു നോക്ക് എന്നല്ല, അവിടെ ഉറപ്പോടെ കൺഫേം ചെയ്ത് പറയുകയാണ്, കിട്ടും. ഈ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. അടുത്തത് വായിക്കുന്നത് അവിടെ ഇങ്ങനെയാണ്: എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും വെട്ടിക്കളയും. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും വെട്ടിക്കളയും. എന്നാൽ വീണ്ടും പറയുകയാണ്, എന്നിൽ കായ്ക്കുന്ന കൊമ്പൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. ഇപ്പോൾ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഒരു വിശ്വാസിയെ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു ദൈവപൈതൽ എങ്ങനെ ജീവിക്കണം, ഒരു ദൈവപൈതൽ എങ്ങനെ ആയിരിക്കണം സമൂഹത്തിൽ, വീട്ടിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബപരമായ ജീവിതത്തിൽ, സഭയിൽ, പ്രാർത്ഥനാ യോഗങ്ങളിൽ, ആക്കിവെച്ച ജോലി മേഖലകളിൽ, ശുശ്രൂഷ മേഖലകളിൽ എങ്ങനെ ആയിരിക്കണം എന്ന്, എങ്ങനെ ഫലം കായ്ക്കണമെന്ന്, പ്രാർത്ഥിച്ചാൽ എങ്ങനെ മറുപടി കിട്ടും എന്ന് ഈ അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുക. 1-ാം വാക്യത്തിൽ പറയുന്നു: ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്. ഇവിടെ യേശുവിനെ മുന്തിരിവള്ളിയോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് യേശു കർത്താവ് തന്നെ പറയുകയാണ്. ഫലം കായ്ക്കണം. ഒരു വിശ്വാസി എപ്പോഴും ഫലം കായ്ക്കണം. ഫലമുള്ള ഒരു വൃക്ഷത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഫലമില്ലെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയില്ല. നമുക്കറിയാം, യേശുവും തൻ്റെ ശിഷ്യന്മാരും കൂടെ ഒരു യാത്ര പോകുമ്പോൾ യേശുവിന് അമിതമായ വിശപ്പ് വന്നു. വിശപ്പ് വന്നപ്പോൾ യേശു ഒരു കാട്ടത്തിയെ നോക്കി, കാണാൻ കുഴപ്പമൊന്നുമില്ല, ഇലയൊക്കെ ഒത്തിരിയുണ്ട്, നല്ല പ്രൗഢിയോടുകൂടെയാണ് അല്ലെങ്കിൽ തലയെടുപ്പോടുകൂടെയാണ് ആ കാട്ടത്തി അവിടെ നിൽക്കുന്നത്. ഫലമുണ്ടാകും എന്ന് വച്ച് യേശു അതിൻ്റെ മൂട്ടിൽ ചെന്നു. മുകളിലോട്ട് നോക്കി, ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. യേശു ആ കാട്ടത്തിയെ ശപിച്ചു. അവിടുന്ന് ശിഷ്യന്മാരുമായി യേശു പിൻവാങ്ങിപ്പോയി. മറ്റൊരവസരത്തിൽ, മറ്റൊരു സമയത്ത് യേശുവും ശിഷ്യന്മാരും കൂടെ ആ വഴിയെ വരുമ്പോൾ ശിഷ്യന്മാർക്ക് അതിശയം തോന്നാറ് നിലയിൽ കണ്ട കാഴ്ച
യേശു ഫലം അന്വേഷിച്ച ആ വൃക്ഷം, യേശു ശപിച്ച ആ വൃക്ഷം വേരോടെ ഉണങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു ഫലമുണ്ടാകുന്ന വൃക്ഷം. ഒരു ദൈവപൈതലായിരിക്കുന്ന നമ്മെയും ഫലമുണ്ടാകുന്ന വൃക്ഷത്തോട് സാമ്യപ്പെടുത്തിയാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളെ ആക്കി വെച്ച സ്ഥലത്ത് നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരാകണം. സൊസൈറ്റിയിൽ, അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ, ജോലി മേഖലയിൽ, എവിടെയാണോ നമ്മളായിരിക്കുന്ന അവിടെ ഫലമുള്ള ഒരു വൃക്ഷമായി മാറണം. എന്നാൽ ആ ഫലം എങ്ങനെയാകണം, എങ്ങനെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയും? 1-ാമത്തെ വാക്യത്തിൽ, 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, അവിടെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയും എന്ന് യേശു പറയുന്നു. 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിട്ട് പറയുക, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയുന്നതല്ല. മുന്തിരിവള്ളിയെ യേശുവിനോട് സാമ്യപ്പെടുത്തിയും കൊമ്പിനെ നമ്മെ സാമ്യപ്പെടുത്തിയും താരതമ്യം ചെയ്ത് നമ്മെ പഠിപ്പിക്കുക. ക്രിസ്തു മുന്തിരിവള്ളിയാണെങ്കിൽ നാം അതിൻ്റെ കൊമ്പുകളാണ്. ദൈവം അതിൻ്റെ തോട്ടക്കാരനുമാണ്. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, നമ്മിൽ യഥാർത്ഥമായ ഫലമുണ്ടാകണമെങ്കിൽ, നാം ഇച്ഛിക്കുന്നത് നമുക്ക് കിട്ടണമെങ്കിൽ, നാം ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കണമെങ്കിൽ, നാം ദൈവത്തോട് അപേക്ഷിക്കുന്നത്, യേശുവിനോട് ചോദിക്കുന്നത് നമുക്കത് അനുഗ്രഹമായി, അത് സഫലമായി തീരണമെങ്കിൽ യേശു കർത്താവ് പറയുന്നൊരു സിമ്പിൾ വേ ആണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എന്നിൽ വസിക്കണം, നിങ്ങൾ യേശുവിൽ വസിക്കണം. എന്നിട്ട് പറയുക, ഒരു മുന്തിരിവള്ളിയിൽ കൊമ്പ് ആശ്രയിക്കാതെ ഫലം പുറപ്പെടുവിക്കാൻ പറ്റില്ല. അങ്ങനാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ, ക്രിസ്തു എന്ന വള്ളിയിൽ, ക്രിസ്തു എന്ന മുന്തിരിവള്ളിയിൽ നീ ഒരു കൊമ്പായി നിൽക്കുമ്പോൾ അതിനോട് നീ യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മുന്തിരിവള്ളിയിൽ ആശ്രയിക്കാൻ പറ്റാത്തൊരു കൊമ്പാണെങ്കിൽ ഫലം പുറപ്പെടുവിക്കാൻ പറ്റില്ല. എന്നാൽ സ്വന്തമായി കായ്ക്കാൻ പറ്റാത്ത അവസ്ഥ കടന്നു വരും. എന്നാൽ നീ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ, അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ, ഉയർച്ചയുണ്ടാകണമെങ്കിൽ, വിശാലത ഉണ്ടാകണമെങ്കിൽ, ഭവനം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, തലമുറ ഉയർച്ച പ്രാപിക്കണമെങ്കിൽ, നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ കർത്താവാകുന്ന ക്രിസ്തു എന്ന വള്ളിയോട്, മുന്തിരിവള്ളിയോട് ചേർത്ത് നീ പണിയപ്പെടണം. ക്രിസ്തു എന്ന മുന്തിരിവള്ളിയോട് ചേർത്ത് പണിയപ്പെടുന്ന ഒരു കൊമ്പാണ് നീ എങ്കിൽ അധികം നീ ഫലം കായ്ക്കും. അളക്കാൻ കഴിയാത്ത ഫലങ്ങൾ, നിയന്ത്രിക്കാൻ കഴിയാത്ത ഫലങ്ങൾ, ഉൾക്കൊള്ളാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ, നിനക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത, വിചാരിക്കാൻ പറ്റാത്ത, നിന്റെ മനക്കോട്ടയ്ക്കപ്പുറമായ അതിശയം തോന്നുമാറുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ക്രിസ്തുവിനോട് നീ കൊമ്പ് പോലെ ചേർന്ന് നിന്നാൽ മതി. അങ്ങനെ കൊമ്പായ നാം ഓരോരുത്തരും ക്രിസ്തുവാകുന്ന വള്ളിയോട് നമ്മെ ഒട്ടിച്ചേർത്ത് വെക്കുമ്പോൾ അവിടെ വായിക്കുന്നു 5-ാം വാക്യത്തിൽ, പിന്നെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കടന്നു വരും. യേശു കർത്താവ് പറയുക, കുഞ്ഞെ, എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും സാധിക്കത്തില്ല. ഇന്ന് രാവിലെ യേശു ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ശൂന്യമാണ്. യേശു ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വട്ടപൂജ്യമാണ്. യേശു ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും 100% അല്ലെങ്കിൽ 100% നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും. യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സ്വസ്ഥതയുള്ളതായിരിക്കും, അനുഗ്രഹമുള്ളതായിരിക്കും. നമ്മൾ ചിലരെ കണ്ടിട്ടില്ലേ, ദൈവസന്നിധി ഇരിക്കുമ്പോഴും കരുവാളിച്ച മുഖവുമായി, ദേഷ്യമുള്ള മുഖവുമായി, തകർന്ന ഹൃദയവുമായിട്ട് ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? എന്താ കാര്യം? അവൻ്റെ ഉള്ളിൽ ക്രിസ്തു ഇല്ലാത്തത് കൊണ്ടാണ്, അവൻ്റെ ഉള്ളിൽ യേശുവിൻ്റെ ശക്തി വരാത്തത് കൊണ്ടാണ്, അവൻ്റെ ഉള്ളിൽ യേശുവിൻ്റെ ആ വ്യാപാര ശക്തി വെളിവാകാത്തത് കൊണ്ടാണ്. അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം, ക്രിസ്തുവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ക്രിസ്തുവിനെ കൂടാതെ ഒരു കുടുംബം കൊണ്ടുപോകാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ കൂടാതെ ഒരു ജോലി വിജയിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുകയാണ്. എന്നാൽ ക്രിസ്തു നമുക്കുണ്ടെങ്കിൽ, ക്രിസ്തുവിനോട് കൂടെ ചേർന്നൊരു കൊമ്പ് പോലെ നിൽക്കുന്നെങ്കിൽ,
ആ വള്ളിയോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന കൊമ്പ് പോലെ നാം ആകുന്നെങ്കിൽ, അടുത്ത വാക്യം വായിക്കുകയാണ്, നിങ്ങൾ എന്നിലും. വായിച്ച കുറിവാക്യം, നിങ്ങൾ എന്നിലും. യേശു കർത്താവ് പറഞ്ഞ കേട്ടോ, നിങ്ങൾ എന്നിലും, ക്രിസ്തുവിലും, ഞാൻ നിങ്ങളിലും, ക്രിസ്തു നമ്മളിലും വസിച്ചാൽ. ഹല്ലേലൂയ. ആ വാക്യം കണ്ടോ, വസിച്ചാൽ. നമ്മൾ കർത്താവ് നമ്മളിൽ വസിച്ചാൽ, നമ്മൾ കർത്താവിൽ വസിച്ചാൽ, നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാസം ഉണ്ടാകണം. ഇങ്ങോട്ട് തന്നെ പോരട്ടെന്നല്ല, അങ്ങോട്ട് തന്നെ പോരട്ടെന്നല്ല. ദൈവം ഇങ്ങോട്ട് വരട്ടെ, എൻ്റെ കാര്യം ദൈവം അല്ലല്ല, നീ ദൈവത്തിങ്കിലേക്ക് ചെല്ലണം. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചർച്ചയിൽ പറഞ്ഞൊരു വാക്യമാണ്, പഴയ നിയമത്തിലെ ആ വാക്യം, നിങ്ങൾ എങ്കിലേക്ക് വന്നാൽ ഞാൻ നിങ്ങളിലേക്ക് വരും, ഇല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്, ഞാൻ എൻ്റെ സ്വസ്ഥാനങ്ങളിൽ പോയിരിക്കും. ദൈവം നമ്മുടെ ആ ദൈവത്തിൻ്റെ സ്വസ്ഥാനങ്ങളിൽ പോയിരുന്ന് നമ്മളിലേക്ക് വരാൻ കഴിയാതെ പോയാൽ വലിയ ആപത്തുകൾ ഉണ്ടാകും, അനർത്ഥങ്ങൾ ഉണ്ടാകും, പരാജയങ്ങൾ ഉണ്ടാകും, തകർച്ചകൾ ഉണ്ടാകും. എന്നാൽ ആ ആപത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, പരാജയത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരാൻ നമ്മൾ ക്രിസ്തുവിലേക്ക് ചെല്ലണം, ക്രിസ്തു നമ്മളിലേക്കും വരണം. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരാദാവുവായും എന്ത് സംഭവിച്ചു? ദൈവം പാർക്കാൻ കൊടുത്ത തോട്ടത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു, ആത്മീയ മരണം സംഭവിക്കേണ്ടി വന്നു, ശാപത്തിന്റെ കീഴിൽ കിടക്കേണ്ടി വന്നു, വേദനയോടെ പ്രസവിക്കേണ്ടി വന്നു, വേർപ്പൊഴുക്കി അപ്പം തിന്നേണ്ട അവസ്ഥ വന്നു. നോക്കിക്കേ, എന്തുകൊണ്ടാണ്? ദൈവത്തിൽ നിന്ന് അകന്നുപോയത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൽ വായിക്കുകയാണ്, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും. ഇന്ന് രാവിലെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ കർത്താവിൽ വസിക്കുന്നു, കർത്താവ് നമ്മളിൽ വസിക്കുന്നു. എത്ര സന്തോഷമാണ്! നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ യേശുവിൻ്റെ ശക്തി നമ്മളിലേക്ക് പ്രതിബിംബിക്കും. യേശു സ്നേഹമാണ്, യേശു ക്ഷമയാണ്, യേശു സൗമ്യതയാണ്, യേശു ഇന്ദ്രിയജയമാണ്. അങ്ങനെയാണെങ്കിൽ ഈ യേശു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഇതെല്ലാം നമ്മളിൽ പ്രകടമാകും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ്, ഞാൻ പറയട്ടെ, യേശു നമ്മളിൽ വസിച്ചാൽ, നമ്മൾ യേശുവിൽ വസിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ഒരു പെർഫെക്റ്റ് ആയ ഒരു അനുഗ്രഹം നമുക്കുണ്ടാകണമെങ്കിൽ, സക്സസ് ആയ ഒരു വിടുതൽ, ഒരു അനുഗ്രഹം, ഒരു കുടുംബം നമുക്കുണ്ടാകണമെങ്കിൽ, മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിനോട് ചേർത്ത് കൊമ്പുകളായി വസിക്കണം. കാരണം കൊമ്പുകൾക്ക് തനിയെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കായ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കുറിവാക്യം നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിൽ വസിച്ചാൽ, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തും എന്നോട് അപേക്ഷിക്ക്, അത് നിങ്ങൾക്ക് കിട്ടും. ഇന്ന് രാവിലെ നിങ്ങൾ എന്താണ് ഇച്ഛിക്കുന്നത്? നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് കർത്താവ് നിങ്ങൾക്ക് ചെയ്തു തരും. യേശു കർത്താവ് സമ്പന്നനാണ്. യേശു കർത്താവിന് കഴിയാത്തതൊന്നുമില്ല. രോഗസൗഖ്യമാണോ വേണ്ടത്? യേശുവിൻ്റെ പക്കലുണ്ട്. കടഭാരം മാറണോ? യേശുവിൻ്റെ പക്കലുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം വേണോ? യേശുവിൻ്റെ പക്കലുണ്ട്. നിന്റെ കൊച്ചിനൊരു കല്യാണം നടക്കണോ? യേശുവിൻ്റെ പക്കലുണ്ട്. നിങ്ങൾക്കൊരു നല്ലൊരു വീട് വേണോ? യേശുവിൻ്റെ പക്കലുണ്ട്. നിങ്ങൾക്ക് സമാധാനം വേണോ? യേശുവിൻ്റെ പക്കലുണ്ട്. യേശുവിൽ നിന്നത് പ്രാപിക്കാൻ കഴിയും. യേശുവിൽ കൂടെ നിങ്ങൾക്ക് രക്ഷയുണ്ട്, യേശുവിൽ കൂടെ നിങ്ങൾക്ക് നിത്യതയുണ്ട്, യേശുവിൽ കൂടെ നിങ്ങൾക്ക് നിത്യ രാജ്യമുണ്ട്, യേശുവിൽ കൂടെ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. നിങ്ങൾ എന്താണ് ഇച്ഛിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് ഇന്ന് പകൽ ആവശ്യം? എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് കർത്താവിനോട് ചോദിക്കുക, അത് നിങ്ങൾക്ക് കിട്ടുമെന്ന്. പക്ഷെ കിട്ടണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിലും ക്രിസ്തു നിങ്ങളിലും വസിക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ, മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിൽ കൊമ്പായി നമ്മൾ ഒട്ടിച്ചേർക്കണം. അങ്ങനെ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ഫലം കായ്ക്കും. അല്ലെങ്കിൽ അവിടെ വായിക്കുകയാണ്, സ്വന്തമായി കായ്ക്കാൻ പറ്റത്തില്ലെന്ന്. ഒന്നുകൂടെ പറഞ്ഞാൽ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. യേശു ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന വൃഥാവാണെന്നുള്ള കാര്യം മറക്കരുത്. യേശു ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഓടുന്ന ഓട്ടമൊക്കെ വൃഥാവാണ് പ്രിയരെ. യേശുവിൻ്റെ കൂടെ നടക്ക്, യേശുവിൻ്റെ കൂടെ വസിക്ക്, യേശുവിൻ്റെ കൂടെ നിങ്ങൾ നിൽക്ക്. യേശുവിൽ കൂടെയുള്ള ഒരു ജീവൻ നിങ്ങളിലേക്ക് പകരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് യേശു നിങ്ങൾക്ക് തരും. അതുകൊണ്ടാണ് വായിക്കുന്നത്, അത് നിങ്ങൾക്ക് കിട്ടും. ഉറപ്പുണ്ടോ? ഈ സന്ദേശം നിങ്ങൾ കേട്ടെടുക്കാമോ? നിങ്ങൾക്കത് കിട്ടും.
നിങ്ങളുടെ കൊച്ചിന് നല്ല ജോലിയാണോ വേണ്ടേ, വിവാഹമാണോ നടക്കേണ്ടേ, അത് നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. നിന്റെ പെങ്കൊച്ചിന് ആൺകൊച്ചിനെയാണോ വേണ്ടേ, അത് കിട്ടും. നിന്റെ ആൺകൊച്ചിന് പെങ്കൊച്ചിനെയാണോ വേണ്ടേ, അത് കിട്ടും. നിന്റെ കടം മാറാൻ ഇനി 1 കോടിയാണോ വേണ്ടേ, അത് കിട്ടും. എന്താ കാര്യം? യേശുവിൽ കൂടെ നമുക്ക് വിടുതലുണ്ട്. യേശുവിൽ കൂടെ നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ സ്വയമേ ആഗ്രഹിക്കരുത്. യേശുവോട് ചോദിക്കണം, കർത്താവേ, ഞാനിത് ആഗ്രഹിക്കുന്നത് അത് ദൈവത്തിന്റെ ഹിതമാണോ, അങ്ങക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ച് കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന്, ഹല്ലേലൂയ, ക്രിസ്തുവിൽ വസിച്ച് നമ്മൾ കർത്താവിനോട് എന്ത് ചോദിച്ചാലും അത് ഇന്ന് രാവിലെ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. നിങ്ങൾ അവിടുന്ന് ഓടിപ്പോകാനുള്ളവരല്ല. ആ ഭൂമിയും ആ വീടും നഷ്ടപ്പെടുത്തി നീ കൊതിച്ചുണ്ടാക്കിയതല്ലേ, കഷ്ടപ്പെട്ട് വാങ്ങിക്കൂട്ടിയതല്ലേ, അല്പമേ ഉള്ളൂ എങ്കിലും അത് ദൈവം നിനക്ക് തന്നതല്ലേ. അതിനകത്ത് പാർക്കാൻ കഴിയാതെ, ആ വസ്തുവിൽ ജീവിക്കാൻ കഴിയാതെ നീ വല്ലാതെ വ്യാകുലപ്പെടുന്നെങ്കിൽ, നിരാശപ്പെടുന്നെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ നോക്കി ഞാൻ ദൂത് പറയാം, അവിടെ തന്നെ ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിനക്കു വേണ്ടി കരുതാൻ എൻ്റെ കർത്താവുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധി പറഞ്ഞാൽ മതി. നിങ്ങളുടെ കാര്യങ്ങൾ ദൈവസന്നിധി വെച്ചാൽ മതി. എൻ്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ദൈവം പരിപാലകനാണ്. എൻ്റെ ദൈവം നീതിമാനാണ്. എൻ്റെ ദൈവം സമ്പന്നനാണ്. എൻ്റെ ദൈവത്തിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അധികം ഫലം കായ്ക്കേണ്ടതിനും ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതിനും യേശുവിൻ്റെ കൂടെ നിങ്ങൾ ജീവിക്കുക. യേശുവിനായി നിങ്ങളുടെ ജീവിതം കൊടുക്കുക. യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുക. രക്ഷിതാവും ദൈവമെന്ന് വിശ്വസിക്കുക. അവനെ അങ്ങനെ കണ്ട് ആരാധിക്കുക. അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. നിങ്ങൾ ഇച്ഛിക്കുന്നത് യേശു നിങ്ങൾക്ക് ചെയ്തു തരും. ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇച്ഛിക്കുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ കർത്താവേ, ഇന്ന് രാവിലെ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് മുന്തിരി വള്ളിയായി നിൽക്കുമ്പോൾ അതിലെ ഓരോ കൊമ്പുകളാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങൾ അധികം ഫലം കായ്ക്കാൻ, അങ്ങിൽ ഞങ്ങൾ വസിക്കാൻ ഞങ്ങൾ ഇടയാക്കണേ. അങ്ങെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വന്തമായി കൊമ്പുകൾക്ക് മുന്തിരി ഫലം കൊടുക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ വേദപുസ്തകത്തിൽ കണ്ടപ്പോ, അങ്ങനാണെങ്കിൽ കർത്താവേ, അങ്ങിൽ ഞങ്ങൾ വസിക്കാൻ, പിതാവാകുന്ന തോട്ടക്കാരന്റെ തോട്ടത്തിൽ അങ്ങ് വള്ളിയായി നിൽക്കുമ്പോൾ ആ വള്ളിയോട് ചേർന്നൊരു കൊമ്പായി അധികം ഫലം കായ്ക്കാൻ ഞങ്ങൾ ചെത്തി വെടിപ്പാക്കി, ഞങ്ങൾ വിശുദ്ധീകരിച്ച്, ഞങ്ങൾ രൂപാന്തരപ്പെട്ട്, ഞങ്ങൾ ദൈവസന്നിധിയിൽ അങ്ങയോട് പറ്റിച്ചേരാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ ബലഹീനതകളെ ക്ഷമിക്കണേ. അങ്ങ് ഞങ്ങളെ കഴുകണേ. അങ്ങ് ഞങ്ങളെ ശുദ്ധീകരിക്കണേ. അങ്ങ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഇന്ന് രാവിലെ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവർ ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളിൽ, അവരുടെ ജോലി മേഖലയിൽ, അവരുടെ കുടുംബ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ചിലതുണ്ടപ്പാ. അതവർക്ക് കൊടുക്കണേ അപ്പാ. ആഗ്രഹിക്കുന്നത് കൊടുക്കണേ. അവർക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അങ്ങ് മറഞ്ഞിരിക്കല്ലേ. അങ്ങയുടെ കരം അനുകൂലമാക്കണേ. ഈ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. ഗ്രേസ് ടിവിയിൽ കൂടെ ഈ സന്ദേശം കേട്ട സകല മക്കളെയും അവരിച്ഛിക്കുന്ന, അവരാഗ്രഹിക്കുന്ന എല്ലാ നന്മകളും അവർക്ക് നൽകി ദൈവം അവരെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവപ്പാടെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് കർത്താവ് തരും. നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ വസിക്കണം. മുന്തിരിവള്ളിയിൽ കൊമ്പ് വസിക്കുന്നത് പോലെ നാം ഓരോരുത്തരും കർത്താവിൻ്റെ കൂടെ വസിക്കുക. മുന്തിരിവള്ളിയിൽ ഇടപെടാത്ത, കൊമ്പുമായി ബന്ധമില്ലാത്ത അവസ്ഥയാണ് നമുക്കെങ്കിൽ ഫലം കായ്ക്കാൻ പറ്റില്ല. മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കൊമ്പാകണം. അല്ലെങ്കിൽ കർത്താവുമായി ബന്ധമില്ലാത്ത നമുക്കൊന്നും ഈ ഭൂമി നേടാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ മക്കളോട് ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, നമ്മൾ അധികം അനുഗ്രഹിക്കപ്പെടാൻ യേശുവിൻ്റെ കൂടെ നിങ്ങൾ ജീവിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾക്കും
ബന്ധുമിത്രാദികൾക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. വാട്സപ്പിൽ നിങ്ങൾ എഴുതിയിടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. യേശുവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് അധികമായി ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ദൂതുമായി നമുക്ക് കാണാം. ഈ വാക്കുകളാൽ, വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.